ട്രാവൽ ഓൺ സോറിൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരാണ്. നമ്മളൊരു ഷവർമ കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഒരു ഷവർമ കഴിക്കാൻ വേണ്ടി പെരുമ്പാവൂർ വരെ വരണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷവർമ കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള ഷവർമയാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഒരു ഷവർമ ഇവിടുന്ന് കഴിച്ച ഷവർമയെക്കുറിച്ച് ഭയങ്കര അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈവനിങ് പെരുമ്പാവൂർ വരെ വന്നിട്ട് ഈ ഒരു ഷവർമ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ പെരുമ്പാവൂർ ടൗണിൽ തന്നെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇതാണ് കട, ഷവർമ മഷി, അങ്ങനെയാണ് ഈ ഒരു കടയുടെ പേര്. ഷവർമയുടെ ടേസ്റ്റിന് അറിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ആൾക്കാരോട് എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി, ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സ്പെഷ്യാലിറ്റി നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്താ പേര്? പേര് സഞ്ജയ്. അങ്ങോട്ട് പറഞ്ഞു. പേര് സഞ്ജയ്. എന്തായാലും മുഖം കാണാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ എത്ര ആളായി ഇവിടെ? ഞങ്ങള് ആദ്യം ഇവിടെ വേറൊരു കൗണ്ടർ പോലത്തെ ഒരു സ്ഥലത്തായിട്ടാണ് തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് മാറിയിട്ട് ഒരു മാസം ആവണം. ഒരു മാസം ആയി കറക്റ്റ്. നമുക്ക് അവിടെ റെസ്റ്റോറൻറ്റ് ഈ കസ്റ്റമേഴ്സൊക്കെ ഡൈനിങ് ഒക്കെ ആവശ്യപ്പെട്ടു. പിന്നെ കുറച്ചും കൂടെ ഒരു വിശാലമായിട്ടുള്ളൊരു സ്ഥലം ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറിയതാണ്. ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ കറക്റ്റ് ഒരു 1 month ആയി. 1 month ആയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു പേരുണ്ടല്ലോ, ഈ ഷവർമ മഷി അല്ലേ? ഷവർമഷി എന്നാണോ ഷവർമ മഷി എന്നാണോ? ഷവർമഷി എന്നാണ്. അത് ഷവർമ മഷി എന്നാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അത് രണ്ടും MA വെച്ച് തുടങ്ങണ പറഞ്ഞാൽ അത് ഒരുമിച്ച് ഷവർമഷിന്ന് ആൾക്കാർക്ക് വായിക്കാനും സുഖത്തിനും വേണ്ടി നമ്മൾ അങ്ങനെ ആക്കിയതാണ്. ഓക്കെ. എന്താ പേരിൻ്റെ ഒരു പേര്? എനിക്കൊരു സ്പെഷ്യൽ പേരാണ് അല്ലേ? ഒരു മഷി എന്ന് പറയുമ്പോൾ ഈ സന്യാസികളുടെ ഒരു ഇതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ആ ഷവർമയും മഷിയും കൂടെ ചേർത്ത് ഒരു ഷവർമഷീന്ന് എഴുതുമ്പോൾ സന്യാസിമാരൊക്കെ ഇഷ്ടമാണോ? കണ്ടിട്ട് നമ്മളെല്ലാവരും അങ്ങനെ ആമ്പിള്ളേരും അങ്ങനെ ഒരു സെറ്റപ്പിൽ തുടങ്ങിയതാണ്. ഷവർമഷിയിലെ ഷവർമയ്ക്ക് എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ രീതിയിൽ എടുക്കുന്ന മസാലയാണ്. പിന്നെ നമ്മൾ ആഡ് കളേഴ്സും അജിനോമോട്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കണില്ല. നമ്മൾ തന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെജിറ്റബിൾസിൽ നിന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുന്ന ഒരു ടൈപ്പ് പ്രത്യേക മസാലയാണ്. പിന്നെ കുറെ ടൈപ്പ് ഓഫ് ഷവർമാസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്പൈസി ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും എല്ലാം ഓരോ എങ്ങനെയാണോ ആൾക്കാർക്ക് ഇപ്പോൾ വില കുറഞ്ഞ് കഴിക്കുന്നവർക്ക് അങ്ങനെയും ഇനി വില കൂടി കഴിക്കേണ്ടവർക്ക് അങ്ങനെയും ഉള്ള രീതിയിൽ നമ്മൾ ഷവർമാസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. എല്ലാ ഏജ് ഗ്രൂപ്പിലും എല്ലാ എക്കണോമിക് ക്ലാസ്സിലുള്ള ആൾക്കാരെ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അല്ല, സ്പെഷ്യലിന് വരുമ്പോൾ 150 രൂപ. ഓക്കെ. ഹോൾ മീറ്റ് ചീസ് ആകുമ്പോൾ 130, മെക്സിക്കൻ ആകുമ്പോൾ 160. അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്ന ഒരു സ്പെഷ്യൽ ഷവർമയും അതുകൂടാതെ മെക്സിക്കൻ ഷവർമയാണ്. അപ്പോൾ അത് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. കാരണം കഴിക്കാൻ പോകുന്ന സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടെ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് അകത്തേക്ക് കയറുവാണ്. ഷവർമയുടെ സാധനമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറിക്കുമ്പോണ്ടല്ലോ ഇവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ഭയങ്കര ചൂടാണ് ഇതിനകത്ത്. ഈ ഒരു ഇവിടുന്ന് വരുന്നൊരു ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഇതിനകത്ത് നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് രുചികരമായിട്ടുള്ള ഷവർമയെ കൊണ്ടുവരുന്ന ആൾക്കാരുടെ ഒരു കഷ്ടപ്പാട്, അതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാടൊക്കെ ഭയങ്കര വലുതാണ്. ഫസൽ റഹ്മാൻ എന്ന് പറഞ്ഞ മാസ്റ്ററാണ് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷവർമയൊക്കെ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ഉണ്ടാകുമ്പോൾ ഓക്കെ. അപ്പോൾ മെക്സിക്കൻ ഷവർമ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. തക്കാളി, പച്ചമുളകും ക്യാപ്സിക്കം ഉൾപ്പെടുന്ന ഒരു കുറേ വെജിറ്റബിൾസ് ഇതിനകത്ത് ഒരു ആഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. മാസ്ക് വെച്ചേക്കുന്നതുകൊണ്ട് വായിലെ വെള്ളം കാണാൻ പറ്റില്ലല്ലോ. ചിക്കനും ഈ പറയുന്ന വെജുമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ഷവർമയ്ക്കുള്ള, അതായത് നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഷവർമയ്ക്കുള്ള, മെക്സിക്കൻ ഷവർമയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് റോൾ ചെയ്യുന്നതാണ്. ഇത് ഷിഫാബ്രോ മാസ്റ്ററിൻ്റെ തൊട്ടടുത്തിട്ടുണ്ടെന്ന് തോന്നും. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് റൊമാൽ റൊട്ടി യൂസ് ചെയ്യുന്നതാണ്. സാധാരണ നമുക്കറിയാം ഫ്രൂട്ടാണ് യൂസ് ചെയ്യാറ്. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് ഇവരെ ഈ ഒരു റൊമാൽ റൊട്ടി യൂസ് ചെയ്തിട്ടാണ് റാപ്പ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മയോണൈസ് യൂസ് ചെയ്ത്. ഓക്കെ. നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പീൻ്റെ ഇത് പൊട്ടാറ്റോ സ്മാഷാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മയോണൈസ് അല്ല ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മൊത്തം പരത്തും. ഓക്കെ. കാരണം എല്ലാ സ്ഥലങ്ങളിലും സെയിം ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓ, അത് ശരി. അതല്ലാതെ ഇത് ടേസ്റ്റിന് എന്തെങ്കിലും ഒരു ടേസ്റ്റ് മേക്കിംഗ് നടക്കുന്നുണ്ടോ ഈ സാധനം? ഇല്ലില്ല, ടേസ്റ്റ് മേക്കിംഗ് ഇല്ല. നമുക്ക് കഴിക്കുന്നതിൽ ഒരു ചെറിയൊരു വ്യത്യാസമാണ്. മയോണൈസ് മീറ്റ് കോമൺ ആയിട്ട് എല്ലാത്തിനും യൂസ് ചെയ്യണ. ഇതിലേക്ക് നമ്മളെ ലെച്ചൂസ്, ചൈനീസ് ക്യാബേജ് എന്ന് കോമൺ ആയിട്ട് പറഞ്ഞ ഒരു വീട് ലെച്ചൂസ് ഉണ്ട്. നമ്മളെ ലെച്ചൂസ് നമ്മുടെ നാട്ടിലെ ചില പെമ്പിളരെ വിളിക്കുന്നവരാ ലെച്ചൂസ്.
അതിലേക്ക് നമ്മൾ ഫ്രൈസ് നമ്മൾ ലൈവായിട്ട് ഫ്രൈസ് മേക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ മേക്ക് ചെയ്തിട്ട് ആ ചൂട്ടോടെ തന്നെ നമ്മൾ നോർമൽ ഇതിനെക്കാട്ടും പെട്ടെന്ന് പൊട്ടിച്ച് അല്ലെങ്കിൽ പൊടിഞ്ഞ് പോകുന്ന ടൈപ്പ് ഫ്രൈസ് നമ്മൾ മേക്ക് ചെയ്യുന്ന നമ്മൾ മേക്ക് ചെയ്യുന്നത് നമ്മളിവിടെ അത്രയ്ക്ക് ഹീറ്റിൽ ടെമ്പറേച്ചറിൽ ഓൺ ലൈവിൽ ചെയ്ത് കൊടുക്കണതാണ്. ഓക്കെ ഓക്കെ. അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് നമ്മൾ ഈ മെക്സിക്കൻ ചീസ് ഇത് യൂസ് ചെയ്യും. വീണ്ടും ഒരു ലെയർ കൂടെ കാരണം കഴിക്കുന്നവർക്ക് ചിലവർക്ക് പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ കുറച്ച് എരിവും കാരണം നമുക്ക് കൂട്ടണ്ട. അതിലേക്ക് നമ്മൾ ചീസ് ആഡ് ചെയ്യും. അപ്പോൾ ഈ ചീസ് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും ഓംലെറ്റ് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചീസ് ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഷവർമ ഉണ്ട്, അതിൽ വിത്ത് ചീസും ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ചീസ് വേണ്ട, ചീസ് ഇല്ലാതെ നമുക്ക് കൊടുക്കാം. ഇത് 2-3 പാർട്ടായിട്ട് നമ്മൾ തിരിച്ചിട്ട് ആഡ് ചെയ്തില്ല, കാരണം എല്ലാ സൈഡിലും സെയിം ഒരു ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇപ്പം നമുക്കിനി ഉള്ള കാര്യം നമുക്കിത് നേരെ റോൾ ചെയ്യും. ഓക്കെ. ഇത് റോൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് വലിയ സൈസ് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. അതിനുശേഷം നമ്മൾ ടോസ്റ്റ്. ഓക്കെ. ഈ പുറം ഭാഗം മാത്രം ഒന്ന് ടോസ്റ്റ് ചെയ്യാം. പുറം ഭാഗം ടോസ്റ്റ് ചെയ്യാം. നമ്മൾ ഇതിൽ ബട്ടർ മിക്സ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ ഈ ബട്ടർ ഉണ്ട്. ബട്ടർ തേച്ചതിന് ശേഷം ഇത് ടോസ്റ്റ് ചെയ്യാം. ഈ 4 സൈഡും ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കുന്നവർക്ക് കുറച്ചും കൂടി ഒരു ചൂടാകുമ്പോൾ കഴിക്കാനുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഈ പേപ്പർ എന്താ പറയാ? ബട്ടർ പേപ്പർ. നമ്മൾ പ്രിന്റ് ഔട്ട് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബട്ടർ പേപ്പർ. ഇത് നമ്മൾ ഇതിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹീറ്റ് കുറച്ച് നേരം നിൽക്കും. ടൈറ്റ് ചെയ്ത് തന്നെ പിന്നെ റോള് കുറച്ചും കൂടി വൃത്തിയായാലും കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പാഴ്സലൊക്കെ മേടിച്ചോണ്ട് പോകുന്ന ആൾക്കാർക്ക് ഹീറ്റായിട്ട് കുറച്ച് നേരം നിൽക്കും. നമ്മളിത് റോളി വെച്ചിട്ട് പിന്നെ നമ്മൾ തന്നെ ഇതുണ്ടോ ഇത്രയും സാധനം വരും കേട്ടോ, ഒരു ക്വാണ്ടിറ്റി. അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ലഞ്ചായിട്ട് തന്നെ കഴിക്കാം. ഒരു സ്നാക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഏതാണ്ട് ഒരു 200 ഗ്രാം അല്ല 200 ഗ്രാമോളം വെയിറ്റ് ഉണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഈ സംഭവങ്ങൾ. അപ്പോൾ ഇത് റാപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ ഷവർമ ഇവർ വെറുതെ അങ്ങോട്ട് കൊടുക്കുമല്ല, നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കവർ. ഈ കവറിലേക്ക് ഞാൻ ഇട്ടാണ് ഇത് ഈ രീതിയിൽ ഈ കവറിലേക്ക് ഇട്ടിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. നമുക്ക് വളരെ നീറ്റായിട്ട് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ. ഇതിൽ നമുക്ക് കൃത്യമായിട്ട് ഇവരുടെ ഷവർമാഷി എന്നുള്ള ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. ദ ഹാപ്പിനെസ് റോൾ എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്കിനി അടുത്ത് നമ്മുടെ സ്പെഷ്യൽ ഷവർമയും കൂടെ ഒന്ന് മേക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അതുമായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പോകാം. നമ്മുടെ സ്പെഷ്യൽ റോളും നമ്മുടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സ്പെഷ്യൽ റോളും നമ്മുടെ കിട്ടി. അത് കൂടാതെ ആദ്യത്തെ മെക്സിക്കൻ റോളും കിട്ടിയിട്ടുണ്ട്. ഇതെന്താ പൊറോട്ട വെച്ചേക്കുന്നത്? പൊറോട്ട കൊണ്ട് ഐറ്റംസ് ഉണ്ട് കാണുന്നത്. നമ്മൾ പൊറോട്ട റോൾ ചെയ്യുന്നത്. ഓക്കെ. പൊറോട്ട നമ്മളൊരു പുതിയ ഐറ്റം. അതായത് നമ്മൾ റൊമാറോട്ടിക്ക് വരും പൊറോട്ട. അപ്പോൾ അവർ പാക്കറ്റിൽ തന്നു വിട്ടേക്കുന്ന ഷവർമ റോള് നമ്മളിങ്ങനെ എടുത്തു, 2 റോള്. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത്, നമ്മൾ ഇപ്പോൾ 2 ഐറ്റമാണല്ലോ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ 2 ഐറ്റം ഏതാണെന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് സാരമില്ല, നമുക്ക് ഒരെണ്ണം എടുത്ത് വെച്ച് നോക്കാം. അപ്പോൾ ഞങ്ങൾ 2 പ്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ സേതു ബ്രോ ഉണ്ട്. ഒരെണ്ണം സേതു ബ്രോനും ഒരെണ്ണം എനിക്കുമാണ് മേടിച്ചത്. പക്ഷെ അങ്ങനെ കഴിച്ചാൽ ശരിയാകുമല്ലോ, 2ൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് അറിയണ്ടേ. അപ്പം നമുക്ക് 50-50 അടിക്കാം. ശരിക്കും ഷവർമ നമുക്ക് പല കടകളിലും പ്ലേറ്റിലും കിട്ടും, റോളായിട്ടും കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് റോളായിട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത് പാഴ്സലിലാണ് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡ് ലോക്ക്ഡൗൺ കാലഘട്ടമല്ലേ, അപ്പോൾ ആ ഒരു സമയം ആയതുകൊണ്ടായിരിക്കാം പ്ലേറ്റ് നിലവിൽ അവൈലബിൾ അല്ല. പക്ഷേ ഇവിടെ തൊട്ടടുത്തുള്ള ഇവരുടെ ആ ഒരു അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു മുഗൾ ഹോട്ടലിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു പ്ലേറ്റും നമുക്ക് ഡ്രിങ്കിങ് വാട്ടറൊക്കെ മേടിക്കാനുള്ള സൗകര്യമുണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൈ കഴുകാനുള്ള വാഷ് ഏരിയയൊക്കെ ഉണ്ട്. നമ്മളിതങ്ങ് തുറന്നിട്ട് എടുക്കുവാണ്. ഏതാണെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഇത് റൊമാൽ റൊട്ടിയിൽ ചെയ്തേക്കുന്ന നമ്മൾ കുറച്ച് മുമ്പേ ഉണ്ടാക്കിയ സാധനമാണ്. സ്മെല്ല് തന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നപ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വന്നു. ഇതിങ്ങനെ ഉണ്ടാക്കുന്ന ഒരു മേക്കിംഗ് കണ്ടപ്പോൾ തന്നെ. അപ്പോൾ നോർമലി ഷവർമ റോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനാ ഒരൊറ്റ കടിയാണ്. പക്ഷെ അങ്ങനെ കടിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ അതിന് പകരം നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് 2 ആക്കുന്നു. 2 ആക്കിയിട്ട് കുറച്ച് സോസ് ഇങ്ങനെ അങ്ങ് ഇട്ടേക്കുന്നു. എന്നിട്ട് ആ സോസ് ഇങ്ങനെ അങ്ങ് ഇവിടെ ഒഴിക്കുന്നു. പിന്നെ നമ്മുടെ ഷവർമയുടെ അകത്തേക്ക് കുറച്ചങ്ങോട്ട് ഒഴിക്കുന്നു. എന്നിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഫസ്റ്റ് ബൈറ്റാണ് കേട്ടോ, എങ്ങനെയുണ്ടോ നോക്കാം.
നോർമൽ ഷവർമയുടെ ടേസ്റ്റ് അല്ല, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചീസ് ആഡ് ഓൺ ആയിട്ടുള്ള ചീസിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. ഞാനങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ചീസ് ഇഷ്ടപ്പെടുന്ന ആളൊന്നുമില്ല. പക്ഷേ ചീസ് ഇവർ കറക്റ്റ് അളവിൽ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക, ഒരു അരോചകമായിട്ട് തോന്നുന്നില്ല. ആ ഒരു ടേസ്റ്റിൻ്റെ ഒപ്പം തന്നെ ചീസിൻ്റെയും കൂടെ ടേസ്റ്റ് വരുമ്പോൾ ആ ഒരു സ്പൈസിനെസ് ഉണ്ടല്ലോ, ആ ഒരു എരിവ് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശരിക്കും ഇവിടെ ചീസ് ഇവർ അതിൻ്റെ ആ ഒരു രീതി തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വലിയ മോശമില്ല. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ഫസ്റ്റ് ബൈറ്റ് എടുത്തപ്പം വെജിറ്റബിൾസിൻ്റെ അളവ് കൂടുതലാണ് നോർമൽ മറ്റുള്ള ഷവർമയെക്കാട്ടിലും. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റൊമാൽ റൊട്ടിയാണ്. നമ്മൾ കുബൂസ് കഴിക്കുന്ന ആ ഒരു റേഞ്ചേ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു ഷവർമഷിയുടെ ഈ ഒരു ഷവർമ കഴിച്ചിട്ടുണ്ടെങ്കിൽ, റോള് കഴിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഈ റൊമാൽ റൊട്ടി വരുമ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി, ആ ഒരു സോഫ്റ്റ്നെസ് അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നൈസ് സംഭവമാണത്. നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്തത് മെക്സിക്കൻ റോളാണ്. കുറച്ച് സ്പൈസിയാണ്, പക്ഷേ ആ സ്പൈസി ആയിട്ടുള്ള സംഭവത്തെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചീസ് ടാലിയാക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. എന്നാലും നമുക്ക് ചെറുതായിട്ട് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വരുന്നുണ്ട്, കുഴപ്പമില്ല, നൈസാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് സ്പെഷ്യൽ റോളാണ്. അപ്പോൾ സ്പെഷ്യൽ റോൾ ഇങ്ങനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ സ്പെഷ്യൽ റോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. സാധാരണ ഈ ഒരു പൊറോട്ടയിൽ ചെയ്യുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ മെക്സിക്കനെക്കാട്ടിലും കുറച്ചും കൂടെ ക്വാണ്ടിറ്റി വരുന്നത് ഈ ഒരു സ്പെഷ്യൽ റോളാണ്, സ്പെഷ്യൽ ഷവർമ റോള്. സ്പെഷ്യൽ റോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ രണ്ടായിട്ട് ഇങ്ങനെ അങ്ങോട്ട് മുറിക്കുന്നു. സ്മെല്ലിൽ തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ ആദ്യത്തെ മെക്സിക്കൻ റോളുമായിട്ട് സ്മെല്ലിൽ തന്നെ നമുക്ക് ഇതിനകത്തൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിത് നെക്സ്റ്റ് നമ്മുടെ സോസ് എടുക്കുന്നു. സോസ് ഇങ്ങനെ എടുത്തിട്ട് സോസ് ഇങ്ങനെ അകത്തേക്ക്, റോളിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് ഒഴിക്കുന്നു. സോസ് ചെന്നാൽ ഏതൊരു സാധനത്തിനും, പ്രത്യേകിച്ചും അറേബ്യൻ ഡിഷസിനൊക്കെ അതിൻ്റെ ഒരു ഫീൽ വരത്തുള്ളൂ. ചൈനീസ് ഡിഷിനും അറേബ്യൻ ഡിഷിനും സോസ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അങ്ങനെ പറയത്തക്ക ഒരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ തോന്നിയത് കുറച്ചുകൂടെ എരിവ് കുറവുണ്ട്, അത് കുറച്ചുകൂടെ സ്പൈസിയാണ്. ഇത് അത്ര എരിവ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം എരിവ് പ്രശ്നമുള്ള ആൾക്കാർ മെക്സിക്കൻ ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു സ്പെഷ്യൽ മേടിക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് കിട്ടിയ 2 റോള് ഷവർമ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ശരിക്കും മെക്സിക്കൻ ഷവർമയാണ്. മെക്സിക്കൻ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കുറച്ച് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഒരു ടേസ്റ്റ് പോലെ തന്നെ ഇരിക്കും. സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ഒരു മെക്സിക്കൻ ആയിരിക്കും ബെറ്റർ. ഇനി അത്ര എരിവൊന്നും വേണ്ട, ഇതിൻ്റെ എല്ലാ ടേസ്റ്റും കൃത്യമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെഷ്യലായിട്ടുള്ള ഒരു ഷവർമ റോൾ ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഷവർമഷിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 എനർജറ്റിക് ആയിട്ടുള്ള ചെറുപ്പക്കാർ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഷവർമഷി. ഏതാണ്ട് ഒരു 1 മന്തായിട്ട് പെരുമ്പാവൂർ ഈ ഒരു ഷവർമഷി ഉണ്ട്. സൊമാറ്റോയിൽ ഇപ്പോൾ ഓൾറെഡി ഷവർമഷി രജിസ്റ്റർഡ് ആയിട്ടുണ്ട്. അപ്പോൾ സൊമാറ്റോ വഴി നിങ്ങൾക്ക് ഇത് മേടിക്കാൻ വേണ്ടി സാധിക്കും. അത് കൂടാതെ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ കോവിഡ് പ്രോട്ടോക്കോളുമായിട്ട് ബന്ധപ്പെട്ടും അതല്ലാതെ വേറെ രീതിയിലും കൂടെ ഒരു മാർക്കറ്റിംഗ് തലത്തിലും കൂടെ ഇവർ ഈ ഒരു ഫോൺ നമ്പർ എഴുതുന്ന കാര്യം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് ഉണ്ടോ ഇതേ രീതിയിലുള്ള ഒരു മെസ്സേജ് വരും. ഡിയർ അഖിൽ, ടോട്ടൽ ബിൽ എമൗണ്ട് ഈസ് ദിസ് വൺ, റെസിപ്റ്റ് നമ്പർ, ഇത്, ഡേറ്റ്, ഏതാണ് ഐറ്റം, ടോട്ടൽ എമൗണ്ട്, ദെൻ അവരുടെ അസിസ്റ്റൻറ്റിന് വേണ്ടി ഒരു ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അതല്ല ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഇവരുടെ ഫുൾ കാറ്റലോഗ് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് എക്സ്ട്രാ ചീസ് വേണമെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഫുൾ ഓൺലൈനിലായിരിക്കും അവർ എവറി ടൈം. അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് ഓരോന്നിൻ്റെ, ഇപ്പോൾ പൊറോട്ട റോൾ വിത്ത് ചീസ് 70 റുപ്പീസ്, പൊറോട്ട റോള് തന്നെ വരുന്നത് 60 റുപ്പീസ്, മെക്സിക്കൻ ഷവർമ 150, സ്പൈസി ഷവർമ 160. ഈ രീതിയിൽ ഏതാണ്ട് 8-10ഓളം ഐറ്റംസിൻ്റെ ഒരു കാറ്റലോഗ് നമുക്കിവിടെ വാട്സപ്പിലുണ്ട്. ആ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുവാണെങ്കിൽ ആ ഭാഗത്തേക്ക് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഇവർ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഓർഡർ ചെയ്താൽ അഡീഷണൽ ചീസ് ആണെങ്കിൽ അത്, അടുത്ത നെക്സ്റ്റ് റോൾ ആണെങ്കിൽ അത് അവിടെ എത്തിച്ചു തരും. അതെനിക്ക് തോന്നുന്ന ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മളെ സംബന്ധിച്ച് കഴിച്ചിട്ട് നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. നല്ല ടേസ്റ്റി ഫുഡാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്.
നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ലഞ്ച് കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വണ്ടിയിലിരുന്നൊക്കെ ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് വണ്ടിയിലൊക്കെ ഇരുന്ന് ഈ റോൾ കഴിക്കുവാണെങ്കിൽ വേറൊരു ഫുഡിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഉള്ള ഒരു അടിപൊളി ഫുഡായിരിക്കും ഈ ഒരു ഷവർമഷയിൽ നിന്ന് കിട്ടുന്ന ഷവർമ റോളുകൾ. ഷവർമഷയിലെ നല്ല പൊള്ളിയായിട്ടുള്ള ഷവർമ റോളെ കഴിച്ച് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ കോർണേഴ്സായിട്ടുള്ള 3 പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ ഷവർമഷയിലെ ഈ ഒരു ഷവർമ റോള് ഒന്ന് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുവാണ്. കാരണം വെറൈറ്റി വ്യത്യസ്തങ്ങളായ ടേസ്റ്റുകൾ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഷവർമയിൽ തന്നെ ഇവർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പെരുമ്പാവൂർ അങ്കമാലി റൂട്ടിലൂടെ പോകുമ്പോൾ ഒന്നിവിടെ കയറിക്കൊള്ളുക. നല്ല അടിപൊളി അനുഭവമായിരിക്കും. അപ്പം ഇനി വരുന്ന സമയങ്ങളിൽ ഒന്ന് കയറുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം.